ഹലോ ഫാമിലി, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. വേറൊന്നുമല്ല, ഇന്ന് ഈ വർഷത്തെ ലാസ്റ്റ് വള്ളസദ്യയാണ്. സത്യം പറഞ്ഞാൽ 2017 ഞാൻ അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വള്ളസദ്യ കഴിക്കാൻ പോയത്. അതിനുശേഷം ഇന്നതേ ഈ അവസാനത്തെ ദിവസമാണ് ഭഗവാനെ എനിക്ക് ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഞങ്ങൾ രാവിലെ പോയി ഇന്ന് അമ്പലത്തിൽ നല്ല തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കൗണ്ടറിൽ എന്തോ 1000 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് തിരക്കിനിടയിലാണ് ചെന്ന് കയറുന്നത്. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. ആകെ ഒരു പാസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും വാ നോക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. സത്യം പറഞ്ഞിട്ടുള്ള മനസ്സ് നിറഞ്ഞു പോയി. ഭഗവാനെ തൊഴാൻ ചെന്ന് കേട്ടോ. തിരക്കിനിടയിൽ കൂടെയൊക്കെ കയറി തൊഴുതു. ഭഗവാനെ ഇന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാണാൻ ഇന്ന് ഭയങ്കര ബ്ലെസ്ഡ് ഡേ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. അങ്ങനെ വള്ളക്കാരൊക്കെ വള്ളസദ്യ കഴിഞ്ഞിട്ട് അവർ പോവാട്ടോ. ഉപചാരപൂർവ്വം അവരുടെ പാട്ടൊക്കെ പാടി ഉള്ള കാര്യം പോകാനുള്ള തിരക്കിലാണ് അവർ. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം കറങ്ങി. അമ്മ അതിലെ തൊഴാനൊക്കെ അങ്ങോട്ട് പോയി. സദ്യ കഴിക്കാൻ പറ്റി കേട്ടോ. ഭഗവാനെ വയറ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് പറയണമെന്ന് എനിക്കത് അത്രയും സന്തോഷം വെച്ചാൽ അത്രയും സന്തോഷത്തിലാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മാന്നാറെന്നൊരു ചേച്ചിയെ പരിചയപ്പെടും കേട്ടോ. ഞാൻ ആ ചേച്ചിയൊക്കെ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വരുന്നത്, മീൻസ് ഈ വള്ളസദ്യക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട, ഇവിടെ നിൽക്കി, എന്തെങ്കിലും ഒരു വഴിയൊക്കെ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചിയൊക്കെ പിടിച്ച് നിർത്തി. അപ്പോൾ എന്നോട് ആ ചേച്ചി പറയാണ്, കിട്ടുമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞതുകൊണ്ട് അവരവിടെ നിന്നേന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫാമിലി ആയിട്ടാണ് വന്നത്. അങ്ങനെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. പിന്നെ ചൈനയോ നേപ്പാളിന്നോ അങ്ങാണ്ട് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ കണ്ടു. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിളമ്പാനായിട്ട് ഒക്കെ. അങ്ങനെ അവന്മാരൊക്കെ വന്നു, അവന്മാരെ കണ്ടു, സംസാരിച്ചു, സദ്യ കഴിച്ചു. എനിക്ക് വയ്യ, എന്ത് രസമാണെന്ന് പറയാം. പായസത്തിന് അമ്മാതിരി ടേസ്റ്റ് തന്നെയാണല്ലോ.